അടിച്ചു തളിച്ചിട്ടേ അന്തിത്തിരി വെക്കാവൂ എന്നത് ദൈവപ്രീതിക്ക് വേണ്ടിയാണെന്നും അല്ല ലക്ഷ്മി വാസത്തിനു വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് പുറകിൽ ഒരു ശാസ്ത്രീയപരമായ വിശകലനം കൂടി ആവശ്യമാണ്. ശുചീകരണം തന്നെയാണ് ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ചൂലുകൊണ്ട് ചപ്പുചവറുകൾ അടിച്ചു വരുമ്പോൾ ഉയരുന്ന പൊടിപടലങ്ങൾ അമർച്ച ചെയ്യാൻ നമ്മൾ വെള്ളം തളിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊടിയിലൂടെ ഉയരുന്ന അണുക്കളും അന്തരീക്ഷ മലിനീകരണവും തടയാൻ പഴമക്കാർ ചാണകം കലക്കി തളിച്ചിരുന്നു. സന്ധ്യയാകുന്നതിനു മുൻപ് വിളക്ക് വെക്കണമെന്നും ഇല്ലെങ്കിൽ വീട്ടിൽ ചേട്ടാ ഭഗവതി കുടിയിരിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ഇതിന് പിന്നിലുള്ള ശാസ്ത്രീയ വശം എന്തെന്നാൽ സൂര്യോസ്തമയത്തിനും ചന്ദ്രോദയത്തിനും ഇടയിലുള്ള സന്ധ്യാസമയം അന്തരീക്ഷത്തിൽ വിഷാംശം ബാധിക്കുമെന്നും ആ സമയം ഓട്ടുവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് അതിനു ചുറ്റും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ നിലവിളക്കിൽ നിന്നും വരുന്ന ഊർജം ആ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ആ ശുദ്ധവായു കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം നൽകുകയും ചെയ്യും. കിഴക്കും പടിഞ്ഞാറുമായോ 5 തിരിയിട്ടോ തെളിയിക്കുന്ന ദീപത്തിൽ അനുകൂല ഊർജം വൃത്താകൃതിയിൽ സഞ്ചരിച്ച് ചുറ്റും പ്രസരിക്കുന്നു. ഓട്ടുവിളക്കിൽ ദീപം തെളിയിക്കുമ്പോൾ ലോഹനിർമ്മിതമായ വിളക്കിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം മനുഷ്യ ശരീരത്തിലെ ചെമ്പ്, വെള്ളി, ഈയം എന്നിവയുടെ ദൗർലഭ്യം കുറയ്ക്കുകയും വിളക്കിലെ എള്ളെണ്ണ, ഇരുമ്പിന്റെ അഭാവം നികത്തുകയും ചെയ്യുന്നു. സ്വർണ്ണാഭരണം ധരിച്ച് വിളക്ക് തെളിയിക്കുന്നത് സമീപമിരിക്കുന്നതും ചെയ്താൽ പഞ്ചലോഹത്തിന്റെ ഗുണം കിട്ടും. വിളക്കിലെ പ്രാണോർജ ശക്തി അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ ശയിപ്പിച്ച് ആരോഗ്യം നൽകുന്നത് കൊണ്ടാണ് ഓട്ടുവിളക്കിലെ അഗ്നിരാത്രിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത്.